ദേവദൈത്യ മനുഷ്യവർഗ മഹാചരിത്രങ്ങൾ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വാക്കിലോതി വളർന്നു മലയാളം. സാഹിത്യത്തിന്റെ നിറവ്. എത്ര സുന്ദരം എത്ര സുന്ദരം എന്റെ മലയാളം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ RS രാജീവ്. ഒരു സ്വർണമാലിക പോൽ. സാഹിത്യത്തിൻ്റെ നിറവ് ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ ബെൻസിഗർ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ RS രാജീവ്. സാത്വിക വിശുദ്ധമായ ഒരു ജീവിത ദർശനവും കാവ്യദർശനവും മുന്നോട്ട് വെച്ച ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ട് എന്ന കവിതയെക്കുറിച്ചുള്ള പരിപാടിയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. പാട്ട് കേട്ടോളൂ. കേട്ടിട്ടില്ലേ തുടികൊട്ടും കലർന്നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ. അയ്യയ്യാ അയ്യയ്യാ അയ്യയ്യ വരവമ്പിളി പൂങ്കലമെയിലണിഞ്ഞ കരിമ്പൂതം. അയ്യയ്യ വരവമ്പിളി പൂങ്കലമെയിലണിഞ്ഞ കരിമ്പൂതം. കാതിൽ പിച്ചളത്തോടാ കാതിൽ പിച്ചളത്തോടാ കഴുത്തിൽ കലബലപ്പാടും പണ്ടങ്ങൾ. അരുകിനലുക്കണി ചായക്കിരീടം തലയിലണിഞ്ഞ കരിമ്പൂതം. ചെപ്പിണ ചെമ്മണി കുത്തുമുലകളിൽ ചേലിലിഴയും പൂമാല്യം. പുറവടിവപ്പടി മൂടിക്കിടക്കും ചെമ്പൻ വാർക്കുഴൽ മുട്ടോളം. ചോപ്പുകൾ മീതെ ചാർത്തിയ അരമണി കെട്ടിയ വെള്ള. ശക്തി സൗന്ദര്യങ്ങളുടെ സവിശേഷ ലയനമാണ് ഇടശ്ശേരി കവിത. അത് നമ്മെ ജീവിതത്തിൻ്റെ സാധാരണവും അസാധാരണവുമായ തലങ്ങളിലേക്ക് ഒരുപോലെ കൊണ്ടുപോകുന്നു. ഇടത്തരക്കാരായ മനുഷ്യരുടെ വേവലാതികൾ, ദുഃഖങ്ങൾ, സന്തോഷങ്ങൾ, നിർവൃതികൾ, വ്യാകുലതകൾ എല്ലാം അതിൽ നിറഞ്ഞിരിക്കുന്നു. കുടുംബ ബന്ധങ്ങളും അതിൻ്റെ അകത്തളങ്ങളിൽ നിറയുന്ന സ്നേഹാർദ്രതയും അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് തിളക്കമേറ്റുന്നു. മാതൃത്വത്തിൻ്റെ ശക്തി വിളംബരം ചെയ്യുന്ന കവിതയാണ് പൂതപ്പാട്ട്. ഒരു നാടൻ പുരാവൃത്തത്തിൻ്റെ ചുവട് പിടിച്ച് ഇടശ്ശേരി എഴുതിയ പൂതപ്പാട്ട് മലയാളിയുടെ സ്വന്തം കവിതയായി മാറിയ ചരിത്രം നമുക്കറിയാം. നങ്ങേലി എന്ന അമ്മയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ഭൂതത്തിൻ്റെ കഥ പൂർണ്ണമാകുമ്പോൾ ഭൂതത്തെ ഒരമ്മയുടെ രൂപത്തിൽ കാണുവാനുള്ള മനസ്സ് അനുവാചകർക്ക് ഇടശ്ശേരി സൃഷ്ടിച്ചു കൊടുക്കുന്നു. ഇത് മലയാള കവിതയിലെ തന്നെ അപൂർവ സുന്ദരമായ ഒരു ചിത്രമാണ്. ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു, കണ്ണും കാതുമുറച്ചു കഴിഞ്ഞു. ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു, കണ്ണും കാതുമുറച്ചു കഴിഞ്ഞു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാൻ ഉള്ളിൽ കൗതുകമേറിക്കഴിഞ്ഞു. വെള്ളപ്പൊൽത്തിരയിത്തിരിക്കുമ്പമേ ഉള്ളിലക്കരമുണ്ടുമുടുപ്പിച്ചു. വള്ളികൾ കൂട്ടി കുടുമായും കെട്ടിച്ചു. വെള്ളി പൂങ്കവിൾ മെല്ലെ തുടച്ചിട്ടു. കയ്യിൽ പൊൻപിടിക്കൊച്ചെഴുത്താണിയും മൈട്ടേറെ മിനുക്കിയോരോലയും. അങ്ങനെ അങ്ങനെ നീങ്ങിപ്പോമൊരു തങ്കക്കുടത്തിന് വയലിന്റെ മൂലയിൽ ഇടവഴി കേറുമ്പോൾ പടപന്തൽ പോലുള്ളോരരയാലിൻ ചോടെത്തി മറയും വരേ പടിപ്പുരയേന്നു നോക്കുന്നു നങ്ങേലി. മറയും
മധ്യകേരളത്തിലും ഉത്തരകേരളത്തിലും നിലനിന്നിരുന്ന പൂതൻകളി എന്ന കലാരൂപത്തിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് ഇടശ്ശേരി പൂതപ്പാട്ട് എഴുതിയത്. മകരക്കൊയ്ത്ത് കഴിഞ്ഞ് നാട്ടിലിറങ്ങുന്ന പൂതങ്ങളുടെ വേഷവും ഭാവവും ഇടശ്ശേരി സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും പൂതപ്പാട്ടിലെ പൂതം ഇടശ്ശേരിയുടെ സ്വതന്ത്ര സൃഷ്ടിയാണ്. മനുഷ്യനെ ഭയപ്പെടുത്തിയിരുന്ന ഭയങ്കരനായ പൂതത്തെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന, മാതൃത്വത്തിൻ്റെ ആർദ്രഭാവങ്ങൾ ഹൃദയത്തിലേറ്റി നടക്കുന്ന വാത്സല്യവതിയായ അമ്മയായി ഇടശ്ശേരി മാറ്റിയിരിക്കുന്നു. ഒരമ്മയുടെ സ്നേഹം നൽകുവാനുള്ള കൊതിയോടെയാണ് പൂതം കുട്ടിയെ മോഷ്ടിക്കാൻ തുടങ്ങിയത്. പക്ഷേ മറ്റൊരമ്മയുടെ വേദന കാണാനുള്ള മനസ്സ് ആദ്യം പൂതത്തിനുണ്ടായില്ല. ഇടശ്ശേരിയുടെ മാതൃസങ്കല്പത്തിൻ്റെ അതിശക്തമായ ആവിഷ്കാരമാണ് നങ്ങേലിയിലും പൂതത്തിലും കാണുവാൻ കഴിയുന്നത്. കുന്നിൻ മോളിലേക്കുണ്ണി കയറി കന്നും പൈക്കളും മേയുന്ന കണ്ടു. ചെത്തിപ്പൂവുകൾ പച്ചപ്പടർപ്പിൽ നിന്നെത്തി നോക്കിച്ചിരിക്കുന്ന കണ്ടു. മൊട്ടപ്പാറയിൽ കേറി ഒരാട്ടിൻ പറ്റം തുള്ളിക്കളിക്കുന്ന കണ്ടു. ഉങ്ങും പുന്നയും പൂത്തതിൽ വണ്ടുകളെങ്ങും പാറിക്കളിക്കുന്ന കണ്ടു. അവിടന്നും മെല്ലെ നടന്നാനുണ്ണി പറയന്റെ മണ്ഡകം കണ്ടാനുണ്ണി. പറയന്റെ കുന്നിന്റെ മറ്റേ ചെരിവിലേക്കുരസിയിറങ്ങി നടന്നാനുണ്ണി. പാറക്കെട്ടിന്റെ കൊച്ചു പിളർപ്പിലെ കിളിവാതിലപ്പോൾ തുറന്നു പൂതം. പൂതപ്പാട്ട്, കാവിലപ്പാട്ട് തുടങ്ങിയ ഇടശ്ശേരിയുടെ കവിതകളിലെല്ലാം മാതൃസ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ചിത്രമാണ് തെളിയുന്നത്. ഉഗ്രമൂർത്തിയായ ഭദ്രകാളി പൂവല്ലി പോലെ തണലായി മാറുന്ന കാഴ്ചയാണ് കാവിലപ്പാട്ടിൽ ദൃശ്യമാകുന്നത്. കാറ്റായും തീയായും വന്ന് പേടിപ്പിക്കുന്ന പൂതത്തെ സ്നേഹാർദ്രമായി കരയിക്കുന്ന ചിത്രമാണ് ഇടശ്ശേരി പൂതപ്പാട്ടിൽ വരച്ചു വെച്ചത്. കേരളീയ ഗ്രാമങ്ങളിലെ വിശ്വാസങ്ങളും നാടൻ പുരാവൃത്തങ്ങളും ഗ്രാമീണമായ നന്മകളും എല്ലാം ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിനെ ശക്തിസുന്ദരമാക്കുന്നു. കൊയ്ത്ത് കഴിഞ്ഞ് വേനലാകുമ്പോൾ പാട്ടും കലമ്പലുമായി പുറത്തിറങ്ങി കുഞ്ഞുങ്ങളെ പേടിപ്പിക്കുന്ന പൂതത്തിന് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഒരമ്മയുടെ മനസ്സുണ്ടെന്ന് കണ്ടെത്തിയ കവിയാണ് ഇടശ്ശേരി. ആ തിരിച്ചറിവാണ് പൂതപ്പാട്ടിൻ്റെ ശക്തി. അമ്മയുടെ സ്നേഹത്തിൻ്റെയും സ്വാർത്ഥതയുടെയും നിസ്വാർത്ഥതയുടെയും ചിത്രങ്ങൾ ഒരുപോലെ നങ്ങേലിയിലും പൂതത്തിനും സൃഷ്ടിക്കുവാൻ കഴിഞ്ഞുവെന്നതാണ് ഇടശ്ശേരിയുടെ വിജയം. പൂതപ്പാട്ടിനെ മലയാളത്തിലെ സമാനതകളില്ലാത്ത കഥാകാവ്യമാക്കുന്നതും അതുതന്നെയാണ്. കാട്ടിലും മേട്ടിലും പുക്കാളമ്മ കാണാഞ്ഞു കേണു നടന്നാളമ്മ. കാട്ടിലും മേട്ടിലും പുക്കാളമ്മ കാണാഞ്ഞു കേണു നടന്നാളമ്മ. പൂമര ചോട്ടിലിരുന്നു പൂതം പൂവൻ പഴം പോലുള്ളുണ്ണിയുമായി പൂമാല കോർത്തു രസിക്കു പൂരിത ദുഃഖമിത്തേങ്ങലുകൾ. പൂമര ചോട്ടിലിരുന്നു പൂതം പൂവൻ പഴം പോലുള്ളുണ്ണിയുമായി പൂമാല കോർത്തു
ഓർത്തു രസിക്കെ കേട്ടു പൂരിത ദുഃഖമിത്തേങ്ങലുകൾ. എന്നിട്ടോ ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് എന്ന പരിപാടിയുടെ രണ്ടാം ഭാഗത്തിൽ കവിത ചൊല്ലിയ VK ശശിധരൻ, രാജീവ് കാറൽമണ്ണ, ദേവിക രാജീവ്, ശാലിനി രാജീവ് എന്നിവരോടും കവിതാരാമം യൂട്യൂബ് ചാനലിനോടും ഉള്ള കടപ്പാട് രേഖപ്പെടുത്തട്ടെ. എല്ലാ റേഡിയോ ബൻസികർ ശ്രോതാക്കൾക്കും നന്ദി. ദേവദൈത്യ മനുഷ്യവർഗ മഹാചരിത്രങ്ങൾ കമ്മ്യൂണിറ്റി റേഡിയോ ബൻസികളിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വാക്കിലോതി വളർന്നു മലയാളം. സാഹിത്യത്തിന്റെ നിറവ്. എത്ര സുന്ദരം എന്റെ മലയാളം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ RS രാജീവ്. ഒരു സ്വർണമാലിക പോൽ